അടുത്ത സീസൺ തൊട്ട് അവരുടെ ക്ലബിലെ നമ്പർ 10 അവരായിരിക്കും എന്ന് 3 പേരുടെ മൂന്ന് പേര് മെയിനായിട്ട് നമ്പർ 10 റോളിലോട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ജെയ്സി നമ്പർ 10 അവരുടെ ആ ഒരു ക്ലബ്ബ് അവർക്ക് കൊടുത്തിട്ടുണ്ട് 3 പേർക്ക് മെയിനായിട്ട്. ഓക്കെ, ആ ഒരു 3 പേരെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ബാഴ്സലോണയുടെ ആ ഒരു നമ്പർ 10 ഏറ്റെടുത്തത് ആരാ? കഴിഞ്ഞ സീസൺ അവരെ അൻസു ഫാറ്റി ആയിരുന്നു അവരുടെ നമ്പർ 10 ഉണ്ടായിരുന്നത്. അതിൻ്റെ മുമ്പ് ലെജൻഡറി നമ്പർ 10 ആയിട്ട് ഇത്രയും കാലങ്ങളോളം കൊണ്ടുവരുന്നത് ലയണൽ മെസ്സി ആയിരുന്നു. അതിൻ്റെ മുമ്പ് റൊണാൾഡീനോ ആയിരുന്നു. അങ്ങനെ ആ ഒരു നമ്പർ 10 ഷർട്ട്, ആ ഒരു ലെജൻഡറി നമ്പർ 10 ഷർട്ട് അത് ഇനി ലമീൻ യമാലിന് ബാഴ്സലോണ അങ്ങോട്ട് കൊടുക്കാൻ പോവാണ്. അൻസു ഫാറ്റി നമുക്കറിയാം, അദ്ദേഹം ആ ഒരു 2000 ആ ഒരു കൊറോണയുടെ ആ ഒരു സീസൺ തൊട്ടൊക്കെ അത്യാവശ്യം നല്ല ഫോമിൽ, ഒരു വണ്ടർ കിഡ് എന്നുള്ള രീതിയിൽ തന്നെ നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു അൻസു ഫാറ്റി ആയിരുന്നു. അത് പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് തൊട്ട് പിന്നെ അദ്ദേഹത്തിന് ഒരു ആംഗിൾ ഇഞ്ചുറി നീ ഇഞ്ചുറിയോ രണ്ടിലേതോ ഒന്ന് തൊട്ട് പിന്നെ അദ്ദേഹത്തിന് എന്താ സംഭവിച്ചത് നമുക്കറിയില്ല. ബാക്ക് ടു ബാക്ക് ഇഞ്ചുറീസ് വന്നു. പിന്നെ അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബിലോട്ട് ലോണിൽ പോയി. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ AS മൊണോക്കോയിലോട്ട് അദ്ദേഹം ലോണിൽ വിട്ടിട്ടുണ്ട്. അത് വിത്ത് ബൈയിങ് ഓപ്ഷൻ. അദ്ദേഹം നല്ല ഫോമിലാണ് അവിടെ കളിക്കുന്നത് എന്നുണ്ടെങ്കിൽ AS മൊണോക്കോക്ക് വേണമെങ്കിൽ അൻസു ഫാറ്റിയെ ബൈ ചെയ്യാം, അതായത് അദ്ദേഹത്തെ മേടിക്കാം. അങ്ങനത്തെ രീതിയിലാണ് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ലമീൻ യമാലിൻ്റെ കോൺട്രാക്റ്റിൽ ഉണ്ടായിരുന്ന കാര്യമായിരുന്നു അൻസു ഫാറ്റി ലീവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു നമ്പർ 10 ഷർട്ട് കൊടുക്കും എന്നുള്ളത്. അൻസു ഫാറ്റി ലീവ് ചെയ്തു. അപ്പോൾ ആ ഒരു ലെജൻഡറി നമ്പർ 10 ഷർട്ട് ലമീൻ യമാലിന് കൊടുക്കാൻ പോകുന്നത്. ലമീൻ യമാൽ പ്യുവർ ഡിസേർവിംഗ് ആണ്. ഓക്കെ, അദ്ദേഹം അല്ലാതെ വേറെ ആരും ആ ഒരു നമ്പർ 10 ഷർട്ട് ബാഴ്സലോണയിൽ വേറെ ആർക്കും ഡിസേർവിംഗ് അല്ല. ഭയങ്കരമായിട്ട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയറാണ് ലമീൻ യമാൽ എന്ന് പറയുന്നത്. അദ്ദേഹം 16 വയസ്സിൽ തന്നെ നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി, ഫുട്ബോളിൽ നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ജനിച്ച ഒരാളെ പോലെയാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ആ ഒരു യൂറോ കപ്പിലെ പെർഫോമൻസ് ആയിരുന്നു. കഴിഞ്ഞ സീസണിലെ ഒരു എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ആണ് ആ ഒരു ഇന്റർ മിലാനെതിരെയുള്ള ഒരു പെർഫോമൻസ്. അതിൻ്റെ ആ ഒരു സാൻസിയാറോയിൽ പോയിട്ട് ആ ഒരു സെക്കൻഡ് ലെഗിൽ ആ ഒരു പച്ച ജേഴ്സിയിൽ കളിച്ച കളി, 14 ഡ്രിബിൾസൊക്കെയാണ് ആ ഒരു മാച്ചിൽ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തത്. എത്ര ഷോട്ടാണ് അദ്ദേഹത്തിൻ്റെ വുഡ് വർക്കിൽ തട്ടിപ്പോയത്. അദ്ദേഹത്തിൻ്റെ എത്ര നല്ല നല്ല ഷോട്ടുകളന്ന് സൂമർ തടുത്ത് കളഞ്ഞത്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ബാഴ്സലോണയിൽ പ്യുവർ ഡിസേർവിംഗ് ആണ് ആ ഒരു നമ്പർ 10 ഷർട്ട് ലമീൻ യമാൽ. ഇനി അങ്ങോട്ട് അദ്ദേഹത്തിന് ആ ഒരു ലെജൻഡറി, അദ്ദേഹത്തിന് ഒരു ബാഗേജ് ഉണ്ട് ഇപ്പോൾ ആ ഒരു നമ്പർ 10. അദ്ദേഹത്തെ ഇനി പറയാൻ പറ്റില്ല ചോദിച്ചാൽ. ചിലപ്പോൾ അൻസിഫ്ലിക്ക് ഇപ്പോൾ പൊതുവേ ലമീൻ യമാൽ ആ ഒരു റൈറ്റ് വിങ്ങിലാണ് കളിക്കാറ്. അൻസിഫ്ലിക്ക് ചിലപ്പോൾ മേ ബി അദ്ദേഹത്തെ കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള സൈഡിൽ യൂസ് ചെയ്ത് റാഷ്ഫോർഡിനെയും റാഫീനിയനെയും ലെവൻഡോസ്കിനെയും ആ ഒരു അറ്റാക്കിംഗ് ആയിട്ട് യൂസ് ചെയ്ത് അങ്ങനെ ചിലപ്പോൾ കളിപ്പിക്കാം. മേ ബി പറയാൻ പറ്റില്ല. ഇപ്പോൾ കറൻറ്റ്ലി അൻസിഫ്ലിക്ക് പറഞ്ഞത് റാഷ്ഫോർഡിനെ ഒരു ആവശ്യമുള്ള സമയത്ത് സബ്ബായിട്ട് യൂസ് ചെയ്ത് അങ്ങനെ കളിപ്പിക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കറൻറ്റ്ലി പുറത്തേക്ക് വരുന്നത്. എന്തായാലും ലമീൻ യമാലിന് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ്. ആ ഒരു നമ്പർ 10 പ്യൂർലി ഡിസേർവിംഗ് ആണ്. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തെക്കുറിച്ച്. പിന്നെ രണ്ടാമത് എനിക്ക് പറയാനുള്ളത് കിലിൻ എംബാപ്പെ. ഓക്കെ, അദ്ദേഹത്തിന് റയൽ മാഡ്രിഡിൻ്റെ ആ ഒരു നമ്പർ 10 ഷർട്ട് കൊടുത്തിട്ടുണ്ട്. കിലിൻ എംബാപ്പയുടെ കാര്യം അദ്ദേഹം നമ്പർ 10 ഷർട്ട് ഡിസേർവിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിലെ പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു നമ്പർ 10 റോൾ അല്ല ആക്ച്വലി റയൽ മാഡ്രിഡിൽ അദ്ദേഹം കളിക്കുന്നത്. ഓക്കെ, അദ്ദേഹം പ്രോപ്പർ ആ ഒരു നമ്പർ 9 റോൾ തന്നെയാണ്. ഒരു ഫാൾസ് 9 എന്നുള്ള രീതിയിൽ കുറച്ച് പുറകോട്ട് വലിഞ്ഞ്, പക്ഷേ ഗോൾ സ്കോർ ചെയ്യാൻ കുറച്ചും കൂടി ക്യാപ്പബിൾ ആയിട്ടുള്ള രീതിയിൽ അങ്ങനെയായിരുന്നു കഴിഞ്ഞ സീസണിൽ ആൻസലോട്ടി ആയാലും കളിപ്പിച്ചിരുന്നത്. സാബി അലൻസോ വന്നപ്പോഴും അദ്ദേഹത്തെ റൈറ്റ് വിങ്ങിലൊക്കെ ആയിരുന്നു ആ ഒരു സ്റ്റാർട്ടിംഗ് ലെവലിലൊക്കെ ഇറക്കിയപ്പോൾ കളിപ്പിച്ചിരുന്നത്. അപ്പോൾ ആക്ച്വലി അദ്ദേഹം ലെഫ്റ്റ് വിങ് ആണ്. ലെഫ്റ്റ് വിങ്ങിൽ വിനീഷ്യസ് ജൂനിയർ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്തൊക്കെ കളിക്കുന്നത്. പക്ഷേ എന്നാലും നമ്പർ 10 റോളിലല്ല ഒരു കിലിൻ എംബാപ്പെ അവിടെ കളിക്കുന്നത്. സാബി അലൻസോ ആക്ച്വലി നമ്പർ 10 റോൾ കളിക്കുന്നത് ആദ്രേ കൂളറാണ്. ഓക്കെ, ഇതുവരെ ലുക്ക മോഡ്രിച്ച് ആയിരുന്നു ആ ഒരു നമ്പർ 10 റയൽ മാഡ്രിഡിൽ ധരിച്ചിരുന്നത്. അതിന് മുമ്പ് മെസറ്റ് ഓസിലായാലും ഹാമിസ് റോഡ്രിഗസ് ആയാലും കുറേ ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാർ ആ ഒരു നമ്പർ 10 റോൾ റയൽ മാഡ്രിഡിൽ ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കിലിൻ എംബാപ്പെ ആയിരിക്കും. അദ്ദേഹം അങ്ങോട്ട് ഓഫർ ചെയ്തിട്ട് പോലുമില്ല, അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് പോലുമില്ല. റയൽ മാഡ്രിഡ് ഇങ്ങോട്ട് ഓഫർ ചെയ്തിട്ടാണ്. ഓക്കെ, നമ്പർ 10 റോൾ എടുത്തോട്ടെ. ഒഫീഷ്യലായിട്ട് തന്നെ അത് പുറത്ത് വിട്ടിട്ടുണ്ട്. റയൽ മാഡ്രിഡ് ആയാലും കിലിൻ എംബാപ്പെ ആയാലും എല്ലാവരും ഒഫീഷ്യലായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അത് കിലിൻ എംബാപ്പെ ആയിരിക്കും ഇനി അടുത്ത സീസൺ തൊട്ട് നമ്പർ 10 റോൾ, ആ ഒരു നമ്പർ 10 റോളല്ല നമ്പർ 10 ജേഴ്സി റയൽ മാഡ്രിഡിന് കൊടുക്കുക. ഇനി ചിലപ്പോൾ മേ ബി സാബി അലൻസോക്ക് വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാവും. കിലിൻ എംബാപ്പേനെ ചിലപ്പോൾ അവർ നമ്പർ 10 റോളിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ കളിപ്പിക്കാനുള്ള രീതിയിൽ ചിലപ്പോൾ മേ ബി എന്തെങ്കിലും പ്ലാൻ ഉണ്ടാവും, അറിയില്ല. നമുക്ക് എന്തായാലും അങ്ങനെ ക്രിയേറ്റീവായിട്ട് അദ്ദേഹം ഫ്രാൻസിലായാലും PSG ആയാലും അങ്ങനെ കളിച്ചത് വളരെ കുറവാണ്. ഓക്കെ, അദ്ദേഹത്തിന് അസിസ്റ്റുകളൊക്കെ ഉണ്ട്, അതൊന്നും ഇല്ലാതല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു പ്ലേ മേക്കർ റോളിൽ ഇതുവരെ ഞാൻ കിലിൻ എംബാപ്പേനെ അങ്ങനെ അധികം കണ്ടിട്ടില്ല. ഓക്കെ, വളരെ കുറവാണ്. എന്തായാലും ഇനി സാബി അലൻസോക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. നോക്കാം. എന്തായാലും ആ ഒരു നമ്പർ 10 ഷർട്ട് റയൽ മാഡ്രിഡിൻ്റെ കിലിൻ എംബാപ്പയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തത് എനിക്ക് പറയാനുള്ളത് ബയേൺ മ്യൂണിക്കിൻ്റെ നമ്പർ 10 ഷർട്ട് അത് ലെമാൻ മുസിയാലക്ക് കൊടുത്തിട്ടുണ്ട്. ലെമാൻ മുസിയാല പ്യൂർലി ഡിസേർവിംഗ്. അദ്ദേഹം പ്രോപ്പർ ഒരു നമ്പർ 10 റോള് വഹിക്കുന്ന ഒരാളാണ് എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. ഓക്കെ, അദ്ദേഹം കഴിഞ്ഞ സീസണിൽ 18 ഗോളും 5 അസിസ്റ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പിൽ 3 ഗോൾ അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. നല്ല പെർഫോമൻസ് ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഇങ്ങനെ പുറത്തെടുത്ത് വരുമായിരുന്നു. അപ്പോഴായിരുന്നു ആ ഒരു PSG-ക്കെതിരെ ഡൊണറൂമൻ്റെ ആ ഒരു സേവിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ ആംഗിൾ ട്വിസ്റ്റായി പോയത്. എന്തായാലും ഇനിയിപ്പോൾ എന്തായാലും 3-4 മാസത്തിന് എന്തായാലും കൺഫേം ആയിട്ടും പുറത്തായിരിക്കും. ഇപ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് ഒരു മാസമാവാനായിട്ടില്ല.
എന്തായാലും 3-4 മാസം എന്തായാലും പുറത്തായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ആംഗിൾ കംപ്ലീറ്റ് ട്വിസ്റ്റ് ആയിട്ടുണ്ട്. ക്ലബ് വേൾഡ് കപ്പ് കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ യമാൻ മുസിയാല ആ ഒരു നമ്പർ 10 റോൾ പ്യൂർലി ഡിസേർവിംഗ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അതിന് ഇതുവരെ ലിയോറി സാനയായിരുന്നു ആ ഒരു നമ്പർ 10 റോളിൽ അവിടെ ഉണ്ടായിരുന്നത്. അതായത് ബയൺ മ്യൂണിക്കിൽ കളിച്ചിരുന്നത്. അദ്ദേഹം ഗാലറ്റാസറയിലോട്ട് ട്രാൻസ്ഫർ ആയി പോയി. അപ്പോൾ ആ നമ്പർ 10 റോൾ വേക്കൻ്റ് ആയ സമയത്താണ് ഈ ഒരു യമാൻ മുസിയാലയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അവർ ആ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയതും ഒരു അതിൻ്റെ പിറ്റത്തെ മാച്ചിലാണ് ഈ ഒരു യമാൻ മുസിയാലയ്ക്ക് ഈ ഒരു ഫൗൾ വന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഹാർഡ് ടാക്കിൾ ഡൊണറൂമൻ്റെ വന്നത്. അങ്ങനെ അദ്ദേഹത്തിന് ഇതായി. പക്ഷേ പ്യൂർലി ഡിസേർവിംഗ് ആണ്. ആര്യൻ റോബൻ ആയാലും ലിയോറി സാന ആയാലും കുറേ ലെജൻഡ് ആയിട്ടുള്ള കുറേ ആൾക്കാർ ആ ഒരു ബയൺ മ്യൂണിക്കിൻ്റെ നമ്പർ 10 ഷർട്ട് അതിൽ ധരിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് യമാൻ മുസിയാല. ഓക്കെ, മുസിയാല എന്തായാലും ഡിസേർവിംഗ് ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോ. ആരൊക്കെ ഈ ഒരു നമ്പർ 10 റോളിന് ഇവർ 3 പേരും ഡിസേർവിംഗ് ആണോ അല്ലേ എന്നുള്ള കാര്യം. സോ താങ്ക് യു സോ മച്ച്.